അല്ല മാളു, ഹാരിസും മരിയനും എങ്ങോട്ട് പോയി? ട്രീസിയുടെ ചോദ്യം കേട്ടതും മാളവിക മുഖഭാവം മാറ്റിക്കൊണ്ട് പറഞ്ഞു, എനിക്കറിയില്ല ട്രീസാമ്മേ. ആ ലിസയെ കാണാൻ വേണ്ടി ബേസ്മെന്റിലേക്ക് എന്തൊക്കെയോ ഡോക്യുമെന്റ്സ് ആയിട്ട് രണ്ടുപേരും കൂടി പോകുന്ന കണ്ടു. എനിക്ക് തോന്നുന്നു ആദം സാറിനേക്കാളും ഭ്രാന്ത് പിടിച്ച് നടക്കുന്നത് അവർ രണ്ടുപേരുമാണെന്ന്. മാളുവിന്റെ വാക്കുകൾ കേട്ട് ട്രീസിയും ആലീസും മൗനമായി. ഇതേ സമയം ബേസ്മെന്റിലേക്ക് കയറിയ ഹാരിസും ആര്യനും ലിസയെ പൂട്ടിയിട്ടിരിക്കുന്ന റൂമിന്റെ വാതിൽ തള്ളി തുറന്നുകൊണ്ട് അകത്തേക്ക് പ്രവേശിച്ചു. ഇരുണ്ടു മൂടിക്കിടക്കുന്ന ആ റൂമിലേക്ക് വാതിൽ തുറന്നതും വെളിച്ചം വന്നതോടുകൂടി ലിസ കണ്ണുകൾ ചിമ്മിയടച്ച് മിഴികൾ മെല്ലെ തുറന്നു. അവളുടെ കണ്ണുകളിലേക്ക് വെളിച്ചം കുത്തി നോവിക്കുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. തന്റെ മുന്നിൽ നിൽക്കുന്ന രണ്ട് രൂപങ്ങളെ കണ്ട് അവൾ ഭയമേതുമില്ലാതെ അവരുടെ മുഖത്തേക്ക് നോക്കി അറപ്പോടുകൂടി കാർക്കിച്ചു തുപ്പി. വസ്ത്രത്തിലും ദേഹത്തും മുറിപ്പാടുകളുടെ ഫലമായി ഉണ്ടായ രക്തക്കറകൾ ഉണങ്ങിപ്പിടിച്ച് ഭക്ഷണം പോലും നേരെ ചൊവ്വെ കഴിക്കാതെ ക്ഷീണിച്ച് അവശയായ ആ മധ്യവയസ്കയെ കണ്ട് ഇരുവർക്കും യാതൊരുവിധ ദയയും തോന്നിയില്ല. കാരണം അവളുടെ പ്രവൃത്തികൾ അത്തരത്തിലുള്ളതായിരുന്നു. ഓരോ തവണയും ജിയുടെ പേര് പറഞ്ഞ് ലിസയെ ടോർച്ചർ ചെയ്യുമ്പോഴും മനക്കട്ടിയോടെ എല്ലാ വേദനയും ഏറ്റുവാങ്ങി ധൈര്യത്തോടെ രൂക്ഷമായി തങ്ങളെ നോക്കി നിൽക്കുന്ന ലിസയെ കാണുമ്പോൾ ആദത്തിന് കിട്ടിയ വീറും വാശിയും ഇവളിൽ നിന്നാണെന്ന് ഹാരിസ് പലപ്പോഴും ഓർത്തു പോകാറുണ്ട്. ചാകാൻ കിടന്നാലും നിങ്ങളുടെ അഹങ്കാരത്തിനൊരു കുറവില്ലല്ലോ തള്ളേ. ഇത് നിങ്ങൾക്കുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. ജിയെ എവിടെയാണ് നിങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന ഭക്ഷണം നിങ്ങളുടെ മുന്നിലെത്തും. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം മാത്രമായിരിക്കില്ല, ഇനി നിങ്ങളിവിടെ ഭക്ഷണം കിട്ടാതെ നരകിക്കും. ആര്യന്റെ വാക്കുകൾ കേട്ടാണ് ഏതോ ചിന്തയിലിരുന്ന ഹാരിസ് സ്വബോധത്തിലേക്ക് വന്നത്. പെട്ടെന്ന് തന്നെ അവൻ ലിസയുടെ മുഖത്തേക്ക് നോക്കിയതും യാതൊരു ഭയവുമില്ലാതെ ആര്യൻ പറയുന്നതിനേക്ക് പുച്ഛിച്ച് തള്ളിക്കൊണ്ട് തറയിൽ ചങ്ങലയാൽ ബന്ധിച്ച അവസ്ഥയിലിരിക്കുന്ന സ്ത്രീ രൂപത്തെ കണ്ടതും ഹാരിസിന് ദേഷ്യം അതിന്റെ ഉച്ചസ്ഥയിൽ എത്തിക്കഴിഞ്ഞിരുന്നു. കാറ്റുപോലെ അവൻ ലിസയുടെ അരികിലേക്ക് ചെന്ന് മുട്ടിലിരുന്ന് അവളുടെ മുടിയിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഒരുപാടങ്ങ് പുച്ഛിച്ച് പോവാതെ നീ. നിന്റെ അഹങ്കാരത്തിന് അന്ത്യം കുറിക്കാൻ ഒരു കൊടുങ്കാറ്റ് നിന്നെ ലക്ഷ്യമിട്ട് വരുന്നുണ്ട്. യുദ്ധത്തിൽ പരാജയപ്പെട്ട രാജാവിന്റെ പക ഒരു ന്യൂക്ലിയർ ബോംബിനേക്കാൾ വീര്യമുള്ളതായിരിക്കും. അത് താങ്ങാനുള്ള ആരോഗ്യം ഈ ശരീരത്തിൽ ഇല്ലാത്തത് കൊണ്ടൊരു അവസരം കൂടി നിനക്ക് ഞങ്ങൾ തരാം. ആദം ഇവിടെ എത്തുന്നതിന് മുമ്പ് സത്യം ഞങ്ങളോട് പറഞ്ഞാൽ വേദനയില്ലാതെ മരിക്കാം. അല്ലെങ്കിൽ ആ സാത്താന്റെ കയ്യിൽ നിന്നും നരകയാതനകൾ അനുഭവിക്കേണ്ടി വരും. എന്ത് വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. പറഞ്ഞതിനു ശേഷം ലിസയുടെ മുടിക്കുത്തിൽ നിന്നും കൈ പിൻവലിച്ച് ഹാരിസ് രണ്ടടി മാറി നിന്നു. എന്നാൽ തന്റെ തലയിൽ തടവിക്കൊണ്ട് ലിസ പറഞ്ഞു തുടങ്ങി, ഇതിൽ കൂടുതൽ എനിക്കിനി എന്ത് സംഭവിക്കാനാടാ? നീതി പോലെ ഞാൻ കാത്തു സൂക്ഷിച്ച എന്റെ സൗന്ദര്യം ആസിഡ് ഒഴിച്ച് നീയൊക്കെ വിരൂപിയാക്കിയില്ലേ? എന്റെ ബാങ്ക് ബാലൻസ് ഇല്ലാതാക്കിയില്ലേ? ബലമായി ഒപ്പിടിപ്പിച്ച് ആകെ ഉണ്ടായിരുന്ന എന്റെ ആ വീട് നിങ്ങൾ അനാഥാലയത്തിന് നൽകി. എനിക്കിനി എന്ത് നഷ്ടം ഉണ്ടാകാനാ? നിങ്ങൾ എന്നെ ഇവിടുന്ന് ജീവനോടെ വിടില്ലാന്നും എനിക്ക് നല്ലതുപോലെ അറിയാം. അപ്പൊ പിന്നെ നിന്റെയൊക്കെ മനസമാധാനം ഞാനങ്ങ് പരലോകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇല്ലായ്മ ചെയ്തിരിക്കും. ലിസയുടെ മറുപടി കേട്ട ആര്യനും ദേഷ്യം വന്നു. ഓ എന്റെ കൊച്ചാപ്പാ, ഇവർ ഈ ചൊറിയുന്ന വർത്താനം കേൾക്കുമ്പോഴാ. അടങ്ങ് കൊച്ചുമോനെ, നരകിച്ച് ചാകാനായിരിക്കും ഇവിടെ വിധി. ഹാരിസ് ആര്യനെ സമാധാനിപ്പിക്കും വിധം പറഞ്ഞതും ബേസ്മെന്റിലെ എൻട്രി ഭാഗത്ത് അതീവ സ്പീഡിൽ വന്ന ഒരു കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിന്നു. അതിൽ നിന്നും ഇറങ്ങി വരുന്ന ആദത്തിനെ ആനയിക്കും വിധം ആര്യൻ റൂമിൽ നിന്നും പുറത്തേക്ക് പാഞ്ഞു. അല്പസമയം കൊണ്ട് തന്നെ അകത്തേക്ക് കയറി വരുന്ന ആ വിശ്വരൂപത്തെ ലിസ ഭയത്തോടുകൂടി നോക്കി നിന്നു.
ദിവസങ്ങൾക്ക് ശേഷം മാൻഷനിലേക്ക് എത്തിയ ആദത്തിനെ കണ്ട് ഹാരിസിന്റെയും ആദത്തിന്റെയും ഉള്ളു തണുത്തു. സന്തോഷത്താൽ അവരുടെ മുഖം പൂനിലാവുദിച്ചതുപോലെ നിൽക്കുന്നത് ആദവും ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ തന്റെ ലക്ഷ്യത്തിൽ മാത്രം ശ്രദ്ധയൂന്നിക്കൊണ്ട് തന്റെ ഇരു പോക്കറ്റുകളിലും കൈയുമിട്ട് ആദം ലിസയുടെ മുന്നിൽ നിന്നുകൊണ്ട് ചോദിച്ചു, എന്ത് പറയുന്നു ഈ രാക്ഷസി? ആദത്തിന്റെ ഗർജിക്കുന്ന ശബ്ദം കേട്ടതും ഉള്ളിൽ ഭയമിരുന്നിട്ടുകൂടി അത് പുറമേ നടിക്കാതെ ഉച്ച മനോഭാവത്തോടുകൂടി ലിസ പറഞ്ഞു തുടങ്ങി, ഞാൻ രാക്ഷസി തന്നെയാടാ. അതുകൊണ്ടല്ലേ ഒരു സാത്താന് ജന്മം നൽകിയത്. തിരിഞ്ഞു കൊത്തുവന്നറിഞ്ഞിരുന്നെങ്കിൽ അന്ന് തന്നെ ഞാൻ കൊന്നു കളഞ്ഞേനെ. ലീസയുടെ വാക്കുകൾ കേട്ട് ഹാരിസിന്റെയും ആര്യന്റെയും കൺട്രോൾ പോയെങ്കിലും നിർവികാരനായി തന്റെ മുന്നിൽ ഇരു പോക്കറ്റുകളിലും കൈകളിട്ടുകൊണ്ട് ആദം കണ്ണിമ വെട്ടാതെ ലീസയെ തന്നെ രൂക്ഷമായി നോക്കി നിന്നു. ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ദൃഷ്ടി ലിസയിൽ തന്നെ ഊന്നി ആര്യനോടായി ചോദിക്കുന്ന ആദത്തിനെ കണ്ടതും പെട്ടെന്ന് തന്നെ ആദത്തിന്റെ ശബ്ദം ഉയർന്നത് കേട്ട് ലിസയെ ദേഷ്യത്തോടെ നോക്കി നിന്ന ആര്യൻ ഉടനെ തന്നെ തന്റെ കയ്യിലിരുന്ന ഡോക്യുമെന്റ്സ് ആദത്തിന് നേരെ നീട്ടി. ഇതെന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഒരാരോഗ്യവാനായ പുരുഷന് പോലും ഇവിടുത്തെ ടോർച്ചർ അനുഭവിച്ച് പിടിച്ചു നിൽക്കാനാവില്ല. എന്നാൽ അതിനെ നീ അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ തക്കതായ കാരണങ്ങളും ഉണ്ടാകും. ആ കാരണത്തെ അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് ഈ ഡോക്യുമെന്റ്സ് എനിക്ക് കിട്ടിയത്. ഇതെന്താണെന്നറിയോ? വിരാജ് പാട്ടിയുടെ കണക്കില്ലാത്ത സ്വത്തുക്കളുടെ പവർ ഓഫ് അറ്റോർണി. അത് കേട്ടതും ലിസയുടെ കണ്ണുകൾ വിടർന്നു. ഭയത്തോടുകൂടി അവൾ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി. സംശയം തോന്നി എൻ്റെ ആളുകളെ വിട്ട് ഒന്നുകൂടെ നിന്റെ വീടൊന്ന് അരിച്ചു പെറുക്കി. ഞാൻ വരുന്നതിന് മുമ്പേ പിള്ളേരത് കണ്ടുപിടിച്ചു. അതോടുകൂടി നിന്റെ എല്ലാ കള്ളത്തരങ്ങളും ഞങ്ങൾക്ക് കിട്ടി. എന്ത് കള്ളത്തരം? അല്ലെങ്കിലും ഇത് എൻ്റെ കൈവശം ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അതുകൊണ്ട് എനിക്കിപ്പോൾ എന്ത് പ്രയോജനം? ഞാനിപ്പോൾ നിങ്ങളുടെ വസ്തുതയിലല്ലേ. ഏത് നിമിഷം വേണമെങ്കിലും നിങ്ങൾ എന്നെ കൊല്ലുമെന്ന് എനിക്കറിയാം. പിന്നെ ഞാനെന്തിനാ അത് കൈവശം വെച്ചിരിക്കുന്നത്? എനിക്കൊരു കള്ളത്തരവും ഇല്ല. ഭയത്തോടു കൂടിയാണെങ്കിലും ലീസ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ചതുപോലെയാക്കി. അത് കേട്ടുനിന്ന ആര്യന്റെയും ഹാരിസിന്റെയും മുഖത്ത് പുച്ഛച്ചിരി വീടർന്നു. ആദത്തിനരികിലേക്ക് മെല്ലെ നടന്നു വന്നുകൊണ്ട് ഹാരിസ് പറഞ്ഞു, പഞ്ചപാപം, പച്ചവെള്ളം കൊടുത്താലും അവൾ ചവച്ചേ കുടിക്കുള്ളടാ മോനെ. അതുകൊണ്ടായിരിക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തനെ നീ കാശ് കാണിച്ച് ചൂണ്ടി നിന്റെ വലയിലാക്കാൻ നോക്കിയത്. ഹാരിസിന്റെ വാക്കുകൾ കേട്ട ലീസയുടെ കണ്ണുകൾ മെഴിഞ്ഞു പുറത്തേക്ക് വരുന്നത് പോലെയായി. അവളുടെ കള്ളത്തരങ്ങൾ ഇവർ കൈയോടെ പൊക്കിയെന്ന് മനസ്സിലായതും ഒന്നും അറിയാത്തതുപോലെ മുഖത്ത് പരിഭ്രമത്തോടുകൂടി ലീസ പറഞ്ഞു, ഞാനോ? ആരെ? തോന്നിയ വാസം പറയരുത്. ശരീരം പോലും അനക്കാം പറ്റാതെ ഞാനെങ്ങനെ? ആരെ? എന്ത് വിളിച്ച് പറയുന്നാണ്? ഓ, പഞ്ചപാപം കൊച്ചാപ്പാ, ഇങ്ങനെ കണ്ണീച്ചോരയില്ലാതെ പറയാതെ. ലീസയുടെ പരിഭ്രമം കണ്ടുകൊണ്ട് ആര്യൻ മുന്നോട്ട് വന്ന് പറഞ്ഞതും പെട്ടെന്ന് ആദത്തിന്റെ ശബ്ദവും അവിടെ ഉയർന്നു. രാജു, കൊണ്ടുവാ അവനെങ്ങ്. രണ്ടുപേർ ചേർന്ന് തല്ലി അവശനായ ഒരുത്തനെ പിടിച്ചുകൊണ്ടുവരുന്നതും കണ്ട് ലീസയുടെ കള്ളത്തരങ്ങൾ പൊളിഞ്ഞു എന്നവൾക്ക് മനസ്സിലായി. ഉടനെ തന്നെ അവളുടെ ചിന്ത കുറച്ച് ദിവസങ്ങൾക്ക് പിന്നിലേക്ക് പോയി. തന്നെ ഉപദ്രവിക്കുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നൊരു മുഖം. അവനായിരുന്നു ജോർജ്. പലതവണ തനിക്ക് ഭക്ഷണം കൊണ്ടുവരുമ്പോഴും അവന്റെ മുഖത്തെ ടെൻഷൻ ലിസയിലും സംശയങ്ങൾ ഉളവാക്കി. ഒരു ദിവസം അവൾക്ക് ഭക്ഷണം കൊണ്ടുവരുന്ന ഇടയ്ക്കാണ് അവൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഫോണിലൂടെ മറുഭാഗത്തു നിന്നും പറയുന്നത് കേൾക്കാനായില്ലെങ്കിലും ഇവന്റെ വാക്കുകൾ അവൾ ശ്രദ്ധയോടെ കേട്ടു നിന്നിരുന്നു. നീ എന്ത് വർത്താനമാണ് ഈ പറഞ്ഞു വരുന്നത്? കുഞ്ഞിന്റെ ഹാർട്ട് ഓപ്പറേഷന്റെ ആവശ്യത്തിന് വേണ്ടി തന്നെ ആര്യൻ സാറിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഞാൻ മേടിച്ചു കഴിഞ്ഞു. ഇനി വീട് വെക്കാൻ കൂടി കാശ് വേണോന്ന് എങ്ങനെയാ സാറിനോട് ചോദിക്കുന്നത്? സാധാരണ ഭാര്യമാര് ഉള്ളത് കൊണ്ട് ഓണം പോലെ കഴിയാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് ആഡംബരത്തിൽ ജീവിക്കണം, അതിന് എനക്കിട്ടില്ല. നീ മര്യാദക്ക് ഫോൺ വെക്ക്. അവൻ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം നേരെ നോക്കിയത് ലിസയുടെ മുഖത്തേക്കാണ്.
അവൾ പുച്ഛത്തിൽ കലർന്ന പുഞ്ചിരിയോടുകൂടി ജോർജിന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. കാശ് വേണമെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും ഞാൻ തന്നെ സഹായിക്കാം. എന്നെ ഈ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തേക്ക് വിടാൻ നീ സഹായിച്ചാൽ മാത്രം മതി. നിന്നെ നിന്റെ ഭാര്യയെയും പൊന്നുകൊണ്ട് മൂടാനുള്ള അത്രയും പണം ഞാൻ തരാം. ലീസിയുടെ വാക്കുകൾ കേട്ടുനിന്ന ജോർജിന്റെ കണ്ണു തള്ളി. ആദ്യമൊക്കെ അവൻ എതിർത്തെങ്കിലും പിന്നീട് പണത്തിന്റെ കാര്യം അവൾ മോഹിപ്പിച്ചുകൊണ്ടിരുന്നതോടുകൂടി അവൾക്ക് അടിമയായി തീർന്നു. ലീസയെ പുറത്തിറക്കാനുള്ള പല ശ്രമങ്ങളും ജോർജ് നടത്തിക്കൊണ്ടേയിരുന്നു. അവസാനം ആദത്തിന്റെ കൺമുന്നിലുമെത്തി. ലീസ ഓർമ്മയിൽ നിന്നുണർന്നതുപോലെ തലയൊന്ന് വെട്ടിച്ചതിന് ശേഷം ദയനീയതയുടെ ആദത്തിന്റെ മുഖത്തേക്ക് നോക്കി. പുച്ഛത്തോടുകൂടി ആദം ലീസയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ പുന്നാര തളയ്ക്ക് ആഗ്രഹങ്ങളൊക്കെ കെട്ടടങ്ങിയെന്നാ ഞാൻ കരുതിയത്. പക്ഷേ നിങ്ങൾ ആർത്തി തീരാത്തൊരു സ്ത്രീ ജന്മമാണെന്ന് ഞാൻ മറന്നുപോയി. ഇനി ഒരു സർപ്രൈസ് കൂടി ഞാൻ തരട്ടെ. ജിയെ ഞാൻ കണ്ടെത്തി. അവളുടെ ലൊക്കേഷൻ ഞാൻ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. അവളെ ഈ മാൻഷനിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു ശുദ്ധി കലശം നടത്തണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ആദ്യമേ തന്നെ നിങ്ങളെ കാണാൻ വന്നത്. നിങ്ങളെ ഈ ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു മാറ്റിയതിന് ശേഷം ഞാൻ എൻ്റെ ഭാര്യയെ ഈ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. എല്ലാം കൂടി കേട്ടതിന് ശേഷം ലീസയ്ക്ക് തന്റെ ശരീരം തളരുന്നത് പോലെ അനുഭവപ്പെട്ടു. അവൾ മെല്ലെ പുറകോട്ട് വലിയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു പുച്ഛത്തോടെ തീഷ്ണതയോടുകൂടിയുള്ള കണ്ണുകളോടുകൂടി ആദം നോക്കി നിന്നു. ലീസയെ നോക്കിക്കൊണ്ട് തന്നെ ആദം ശബ്ദമുയർത്തി ഹാരിസിനെ വിളിച്ചു. മരണത്തിന് വേണ്ടി ഇവൾ അലറുന്നത് ഈ മാൻഷൻ മുഴുവൻ പ്രതിധ്വനിക്കണം. അത് ഇവിടം വിട്ട് പോകുന്നതിന് മുമ്പ് എനിക്ക് കേൾക്കണം. പറഞ്ഞുകൊണ്ട് തന്നെ പ്രൗഢഗംഭീരമായി ആദം തിരിഞ്ഞു നടന്നു. ആദത്തിനെ നോക്കി സമ്മതമെന്ന രീതിയിൽ തലയാട്ടിക്കൊണ്ട് ക്രൂരമായ പുഞ്ചിരിയോടുകൂടി ലീസയ്ക്കരികിലേക്ക് ഹാരിസ് ചുവടുകൾ വെച്ചു. വേണ്ട വേണ്ട ഹാരിസ്. പുറത്തേക്കിറങ്ങിയ ആദം ലീസയുടെ അലർച്ച നല്ലതുപോലെ ആസ്വദിച്ചുകൊണ്ട് തന്നെ കാറിലേക്ക് കയറി. പിന്നാലെ അവനെ അനുഗമിക്കും വിധം അവന്റെ ഗാർഡ്സുകളും മറ്റു കാറുകളിലായി സ്ഥാനം പിടിച്ചിരുന്നു. ആദത്തിന്റെ കാർ മാൻഷന് പുറത്തേക്ക് പോയതും വരിവരിയായി ഗാർഡുകളുടെയും കാറുകൾ ആദത്തിന്റെ വാഹനത്തെ പിന്തുടർന്നു. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആദത്തിന്റെയും ഗാർഡ്സുകളുടെയും വാഹനങ്ങൾ ബീച്ചിന്റെ അടുത്തായി ഒറ്റപ്പെട്ട് കിടക്കുന്ന പവിത്രന്റെ വില്ല വളഞ്ഞിരുന്നു. പുറമേ നിന്ന് നോക്കുന്നവർക്ക് കൂറ്റൻ മതിൽ കെട്ടിനുള്ളിലുള്ള ആ ചെറിയ വില്ല കാണുവാനേ സാധിക്കില്ല. ആദവും കൂട്ടരും കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നിരീക്ഷിച്ചു. അതിലൊരു ഗാർഡ്സ് ഗേറ്റ് തുറക്കുവാനായി അതിൽ സ്പർശിച്ചതും ഷോക്കേറ്റ് താഴേക്ക് വീണു. കണ്ടുനിന്ന മറ്റു ഗാർഡ്സുകൾ അലേർട്ടായി ശരീരത്തിൽ മറച്ചു വെച്ചിരുന്ന പിസ്റ്റൽ കയ്യിലേക്ക് എടുത്തുകൊണ്ട് ചുറ്റും നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതേ സമയം യാതൊരുവിധ ഭാവമാറ്റവും ഇല്ലാതെ തന്നെ ആദത്തിന്റെ കണ്ണുകൾ ഗേറ്റിന്റെ സൈഡിൽ സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിലേക്ക് പതിച്ചു. അതിലേക്ക് നോക്കി പുച്ഛിച്ചുകൊണ്ട് ആദം പിന്തിരിഞ്ഞ് തന്റെ കാറിലേക്ക് കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് ഗിയർ ശക്തമായി വലിച്ച് അല്പം പിന്നിലേക്ക് പോയ ശേഷം വലിഞ്ഞു മുറുകിയ മുഖഭാവത്തോടെ ശക്തിയോടെ തന്നെ ഗിയർ ചേഞ്ച് ചെയ്തുകൊണ്ട് മുന്നോട്ടെടുത്തു. നിമിഷങ്ങൾ കൊണ്ട് തന്നെ ഗേറ്റ് തകർത്ത് ആദത്തിന്റെ കാർ മതിൽക്കെട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചു. യുദ്ധത്തിന് വന്ന രാജാവിന്റെ പിന്തുണയ്ക്കുന്ന ഭടന്മാരെ പോലെ ഗാർഡ്സുകളും കയ്യിൽ തോക്കുമായി അകത്തേക്ക് ഇരച്ചു കയറി. അവിടെ കാവലിനായി ഉണ്ടായിരുന്ന പവിത്രന്റെ ഗുണ്ടകളെ ഗാർഡ്സ് നേരിട്ടു. ആ സമയം കൊണ്ട് തന്നെ ആദം വില്ലയ്ക്കുള്ളിലേക്ക് ഓടിക്കയറി. പ്രതീക്ഷ തെറ്റിക്കാത്ത രീതിയിൽ തന്നെ ആദത്തെ സ്വീകരിക്കും വിധം പവിത്രൻ ലിവിംഗ് റൂമിലെ സോഫയിൽ കാലിന്മേൽ കാലം കയറ്റി വെച്ച്
കയ്യിൽ ഒരു പിസ്റ്റലുമായി ആദത്തിന് കാത്തിരിപ്പുണ്ടായിരുന്നു. വെൽക്കം മിസ്റ്റർ ആദം ജോൺ സാമുവൽ. ഇങ്ങനൊരു ശത്രു നിനക്കായി വല വിരിച്ചിരുന്നത് അറിയാതെ പോയില്ലേ ആദം? അതും ഇത്രയും ദിവസമെടുത്തു എന്നെ ഒന്ന് കണ്ടെത്താൻ. പവിത്രന്റെ വാക്കുകൾ കേട്ട് നിന്നിരുന്ന ആദത്തിന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. തന്റെ പ്രാണനെ തന്നിൽ നിന്നും അകറ്റിയവനെ ചുട്ടരിക്കുന്ന രീതിയിൽ ആദം പവിത്രനെ നോക്കി നിന്നു. ഇവൻ ഒറ്റയടിക്ക് മരിക്കരുതെന്ന് ആദം നിശ്ചയിച്ചു കഴിഞ്ഞിരുന്നു. തന്റെ കയ്യിലിരുന്ന പിസ്റ്റൽ പാന്റിന്റെ പിന്നിലേക്ക് വെച്ചുകൊണ്ട് ആദം പറഞ്ഞു, നിന്റെ തന്തയ്ക്ക് ഭിക്ഷയായി നൽകിയ ജീവിതമായിരുന്നു നിന്റേത്. എന്നാൽ അതിനും നീ അർഹനല്ല എന്ന് തെളിയിച്ചു. എന്നെ സംബന്ധിച്ചിടത്തോളം വെറും ഒരു നീർക്കൊലി മാത്രമാടാ നീ. ആദത്തിന്റെ വാക്കുകൾ കേട്ടു നിന്ന പവിത്രൻ പുച്ഛത്തിൽ ചിരിച്ചുകൊണ്ട് തന്നെ സോഫയിൽ നിന്നും എഴുന്നേറ്റ് കയ്യിലിരുന്ന തോക്കിൽ തലോടി ആദത്തിന്റെ മുന്നിൽ വന്നു നിന്നു. പൊടുന്നനെ തന്നെ അവന്റെ പുഞ്ചിരിച്ച മുഖം ക്രോധത്തിലേക്ക് വഴിതിരിഞ്ഞു. കണ്ണടച്ചു തുറക്കുന്നതിനുള്ളിൽ തന്നെ ആദത്തിന്റെ നെറ്റിയിൽ തോക്ക് ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, നീർക്കോലി കടിച്ചാലും ആ തഴം മുടങ്ങും മിസ്റ്റർ. എന്റെ അപ്പനെയും കൂടപ്പിറപ്പിനെയും ഇല്ലാതാക്കാൻ നീ കാണിച്ച ആ ആവേശം എനിക്ക് നേരെ പ്രയോഗിക്കാൻ ശ്രമിച്ചാൽ. പറഞ്ഞുകൊണ്ട് പവിത്രൻ കുടിലതയോടെ ചിരിച്ചു. ശേഷം ആദത്തിന്റെ നെറ്റിയിൽ നിന്നും പിസ്റ്റൽ പിൻവലിച്ചു. പവിത്രന്റെ ആ പ്രവൃത്തിയിൽ എന്തോ ചാന്തി മണുത്തറിഞ്ഞ ആദത്തിന്റെ നെറ്റി സംശയത്താൽ ചൊളിഞ്ഞു. എന്നാൽ അവന്റെ ആ സംശയം നീക്കും വിധം പവിത്രൻ തുടർന്നു, അങ്ങനെ നീ ശ്രമിച്ച നീ മരിക്കും. അതിനു മുമ്പ് നിന്റെ ഭാര്യയുടെ ശരീരം നിന്റെ കൺമുന്നിൽ പിടഞ്ഞു തീരുന്നത് നീ വേദനയോടെ കാണേണ്ടി വരും. ദ ഗ്രേറ്റ് മാഫിയ കിങ് വിയുടെ പ്രിയ പത്നിയുടെ ശരീരം കഷ്ണം കഷ്ണമായി പൊട്ടിത്തെറിക്കും. പവിത്രന്റെ അട്ടഹാസം ആ വില്ലയിൽ പ്രതിധ്വനിച്ചു. ഒന്നും ചെയ്യാനാവാതെ ഗാഡ്സും ആദമും അനങ്ങാതെ ഒരു ശില പോലെ നിന്നു. എന്നാൽ ആദത്തിന്റെ കണ്ണുകളിൽ ദേഷ്യത്തിന്റെ തീജ്വാലകൾ ആളിക്കത്തുന്നത് ഒരു പുച്ഛത്തോടുകൂടി പവിത്രൻ നോക്കി നിന്നു. പവിത്രന്റെ വാക്കുകൾ കേട്ടുനിന്ന ആദത്തിന്റെ മുഷ്ടി ചുരുണ്ടു. അല്പം ഭയത്തോടും അതീവ ദേഷ്യത്തോടും ആദം പവിത്രനോട് ചോദിച്ചു, എവിടെ? അത് കേട്ട പവിത്രൻ ഞെട്ടൽ അഭിനയിച്ചുകൊണ്ട് പറഞ്ഞു, ഓ, ഞാനങ്ങ് പേടിച്ചു പോയി. നീ ഇവിടെ ചെയ്യണ്ടെന്ന് കരുതിയോ? അത്രയ്ക്ക് മണ്ടനാണോടാ ഞാൻ? എന്റെ ദേഹത്ത് ഒരു തരി മണ്ണ് നിന്റെ ഭാഗത്ത് നിന്നും വീണാൽ ആ നിമിഷം ചെയ്യാം. കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ച് പവിത്രൻ കുടിലതയോടെ ചിരിച്ചുകൊണ്ട് വീണ്ടും സോഫയിലേക്ക് പോയിരുന്നു. കാലിന്മേൽ കാല് കയറ്റി വെച്ച് തോക്കിനാൽ നെറ്റിയിൽ തടവിക്കൊണ്ട് ആദത്തിനോടായി പവിത്രൻ പറഞ്ഞു തുടങ്ങി, മിസ്റ്റർ വി, വേണമെങ്കിൽ നീ എനിക്ക് ജീവൻ ഭിക്ഷയായി തന്നതുപോലെ അതുപോലെ നിനക്കും ഒരു ചാൻസ് തരാം. ഈ മുംബൈ നഗരത്തിൽ എവിടെയോ ഒരിടത്ത് നിന്റെ ഭാര്യ വേണമെങ്കിൽ കണ്ടുപിടിക്ക്. പക്ഷെ കണ്ടുപിടിക്കാനുള്ള സമയം വെറും 2 മണിക്കൂർ മാത്രം. അത് കഴിഞ്ഞാൽ പിന്നെ നീ അതിന് മെനക്കെടണമെന്നില്ല. പൊതിഞ്ഞു കെട്ടിയ അവളുടെ ശവശരീരം ഞാൻ അങ്ങ് നിന്റെ മാൻഷനിലേക്ക് അയച്ചേക്കാം. അത് കേട്ടതും ആദത്തിന്റെ കണ്ണുകൾ വിടർന്നു വന്നു. അവന്റെ മുഖത്ത് ഭയം നിഴലിക്കുന്നത് ക്രൂരതയോടെ പവിത്രൻ നോക്കിയിരുന്നു. എന്ത് ചെയ്യാനാദം? കൊല്ലാൻ എനിക്ക് യാതൊരു ഉദ്ദേശവും ഉണ്ടായിരുന്നില്ല. എന്നാ നിന്റെ ഭാര്യ നിനക്ക് മാത്രം ലോയലായി തിരിക്കാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ഈ കണ്ട ദിവസം വരെ എന്നെ ഒന്ന് തൊടാൻ പോലും അവൾ അനുവദിച്ചില്ല. പിന്നെ ഞാൻ എന്തിനാ ആ ഭാരം ചുമക്കുന്നതെന്ന് കരുതി എന്ന് വിചാരിച്ച് അത്ര കണ്ണീ ചോരയില്ലാത്തവനൊന്നുമല്ല കേട്ടോ ഞാൻ. നിന്റെ ഭാര്യയുടെ ആഗ്രഹം മരിക്കുന്നതിന് മുമ്പ് അങ്ങ് സാധിച്ചു കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഓ, പറഞ്ഞെന്ന് സമയം പോയിക്കൊണ്ടിരിക്കുന്നു. ഇനിയും വൈകിയാൽ ഒരു പക്ഷേ നിന്റെ ഭാര്യ ഞാൻ അവളുടെ ശരീരത്ത് വെച്ചിരിക്കുന്നത് ടൈം ബോംബാടാ. അത്രയും നേരം ശത്രുവിന്റെ നേർക്ക് പകയോടെ നോക്കിയിരുന്ന ആദത്തിന്റെ ശരീരം തളരുന്നത് പോലെ അവൻ അനുഭവപ്പെട്ടു.
എന്നിരുന്നാലും അവന്റെ മുന്നിൽ തോറ്റുപോകരുതെന്ന് കാണി പിടിച്ചു നിൽക്കും പോലെ രൂക്ഷമായി തന്നെ ആദം പവിത്രനെ നോക്കി നിന്നു. നോക്കി ദഹിപ്പിക്കാൻ നിൽക്കണ്ട നീ. ഞാനിവിടെയാണെങ്കിലും കറക്റ്റ് സമയത്ത് തന്നെ അത് പൊട്ടും. സോ എന്റെ പിന്നാലെ വരാതെ വേഗം ജിയെ കണ്ടെത്താൻ നോക്ക്. പവിത്രൻ പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ ആദം അതീവ ദേഷ്യത്തോടെ അവനരികിലേക്ക് കുതിച്ചു. സോഫയിലിരുന്ന പവിത്രന്റെ കോളറിൽ പിടിച്ചുയർത്തി ആദത്തിന്റെ അരയിൽ തിരികെ വെച്ചിരുന്ന പിസ്റ്റൽ അവന്റെ നെറ്റിക്കു നേരെ നീട്ടിക്കൊണ്ട് ചോദിച്ചു, ഏത് പാതാളത്തിലാടാ നീ അവളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറഞ്ഞില്ലെങ്കിൽ ഇതിലെ മുഴുവൻ ബുള്ളറ്റുകളും നിന്റെ തലച്ചോറിന് വെളിയിലെടുക്കും. സിംഹത്തിനെ പോലെ ഗർജിക്കുന്ന ആദത്തിനെ കണ്ടിട്ടും ഭയപ്പെടാതെ പവിത്രൻ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. കണ്ടോ, ഇതാണ് ഈ ക്രിമിനൽസിനൊക്കെ ബുദ്ധി കുറവാണെന്ന് മറ്റുള്ളവർ പറയുന്നത്. സ്വയരക്ഷയ്ക്കുള്ള പഴുതില്ലാതെ ഞാൻ ഇങ്ങനെ നിന്റെ മുന്നിൽ നിൽക്കുമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? ഈ വാച്ച് കണ്ടോ നീ? ഇത് വെറുമൊരു വാച്ചല്ല. ജിയുടെ ശരീരത്തിൽ വെച്ചിരിക്കുന്ന ബോംബുമായി ഇതിനൊരു ചിന്ന കണക്ഷൻ ഉണ്ട്. ഓരോ 15 മിനിറ്റിനുള്ളിലും ഞാനൊരു പാസ്വേഡ് ഈ വാച്ചിലൂടെ അതും എൻ്റെ സ്വന്തം ശബ്ദത്തിൽ ട്രാൻസ്ഫർ ചെയ്താൽ മാത്രം ആ ബോംബ് യാതൊരു കുഴപ്പവുമില്ലാതെ കറക്റ്റ് 2 മണിക്കൂർ പൂർത്തീകരിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ അതിനു മുന്നേ തന്നെ ഒരു മാഫിയായ നിനക്ക് ഇതിലും നന്നായി വിശദീകരിച്ചു തരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കയ്യിൽ കെട്ടിയിരുന്ന വാച്ച് ചൂണ്ടിക്കാണിച്ച് പറയുന്ന പവിത്രനെ വകവെക്കാതെ പെട്ടെന്ന് തന്നെ ആദം അവന്റെ കയ്യിൽ നിന്നും ആ വാച്ച് പിടിച്ചു വാങ്ങുവാൻ ശ്രമിച്ചു. പൊടുന്നനെ തന്നെ ആദത്തിന്റെ കൈകളെ തട്ടി മാറ്റിക്കൊണ്ട് പുച്ഛത്തോടുകൂടി പവിത്രൻ പറഞ്ഞു, ചൈൽഡിഷ് ആയിട്ട് ബിഹേവ് ചെയ്യാതെ ആദം. എന്റെ ദേഹത്ത് തൊട്ടത് ഞാനങ്ങ് ക്ഷമിച്ചു. ഇനിയും നീ അതിന് മുതിർന്നാൾ. നിന്റെ ഭാര്യയുടെ ജീവൻ എൻ്റെ കൈകളിലാണെന്നുള്ള കാര്യം മറക്കരുത്. എത്രയും പെട്ടെന്ന് അവളെ രക്ഷിക്കാൻ നോക്കുന്നോ അതോ നീ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു? എന്നെ കൊന്നാലും നിന്റെ ഭാര്യ അവിടെ മരിക്കും. എന്നെ കൊന്നില്ലെങ്കിലും നിന്റെ ഭാര്യ മരിക്കും. യുവർ കൗണ്ട് ഓൺ സ്റ്റാർട്ട്സ് നൗ.